ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ നമ്മുടെ 6 വൈൽഡ് കാർഡ്സ് വന്നിരിക്കുകയാണ്. എല്ലാവരും അകത്ത് കയറി. ഒരു 11:30 12 മണി 12:45 കൂടിയാണ് എല്ലാവരും കയറിയത്. ഏറ്റവും ആദ്യം കയറിയത് നന്ദനയായിരുന്നു, കോമണറായിട്ട് വന്നത്. അപ്പോൾ ഇപ്പം നിലവിലെ ക്യാപ്റ്റൻ ജാൻമണിയാണ്. അപ്പോൾ ജാൻമണിയാണ് എല്ലാവരെയും റൂമിലൊക്കെ കൊണ്ടുപോയി വീട് മൊത്തം പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്. അപ്പോൾ ജാൻമണി നന്ദനയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 2 അഭിഷേക് വന്നു, പിന്നെ സായി വന്നു, സിബിൻ വന്നു, പൂജ വന്നു. അപ്പോൾ എല്ലാവരെയും ഭയങ്കര വെൽക്കമോട് കൂടിയാണ് എല്ലാവരും സ്വീകരിച്ചത്. പിന്നെ അവിടെ ഉപ്പില്ല, അപ്പോൾ ഉപ്പില്ലാത്ത കറിയൊക്കെയാണ് എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും ലോ ലെവലിൽ തന്നെ തുടങ്ങാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരും വന്നതിന് ശേഷം എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ട് എല്ലാവരുടെയും ഗെയിം അനലൈസ് ചെയ്ത്, ഇതുവരെയുള്ള ഗെയിം അനലൈസ് ചെയ്ത് അവരുടെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരുടെയും ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ഈ വന്ന 6 വൈൽഡ് കാർഡ്സും ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ അൻസിബേനെ കുറിച്ച് പറയാം. എല്ലാവരും പറഞ്ഞത് അൻസിബ ഒരു പ്ലെയറാണ്, പക്ഷേ ആ ഒരു റൂമിൻ്റെ വെളിയിൽ വന്ന് കളിക്കുന്നില്ല. നമ്മുടെ സായി പറഞ്ഞത് അൻസിബ ഒരു കട്ടിൽ റാണിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അൻസിബ ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ ഋഷിനെ കൊണ്ട് ഋഷി അൻസിബയുടെ ഒരു പാവയാവുന്ന രീതിയിൽ നന്ദന പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോൾ അൻസിബേനെ എല്ലാവരും ഒരു പ്ലെയറായിട്ട് കാണുന്നുണ്ട്, പക്ഷേ അതേസമയം അൻസിബയുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി ആ ഒരു റൂമിൽ ഇരുന്ന് മാത്രം കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഋഷി കുറച്ച് ജെനുവിനാണ്, പക്ഷേ ഇമോഷണലാണ്, സെൻസിറ്റീവാണ്. പിന്നെ ഋഷിനെ എല്ലാവർക്കും പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നീടുള്ള ആൾ നമ്മുടെ ശ്രീതു ആണ്. ശ്രീതു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പോലും കുറേ പേർക്ക് ഡൗട്ടുണ്ട്. പിന്നെ സായി ശ്രീതുവിനോട് പറഞ്ഞു, എന്തിനാണ് മലയാളം ബിഗ് ബോസിക്ക് വന്നത്, തമിഴ് ബിഗ് ബോസിൽ പോകാമായിരുന്നില്ലേ, അവിടെ ആയിരുന്നതിന് കുറച്ചും കൂടി ബെറ്റർ, കാരണം കൂടുതലും തമിഴ് വേർഡ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശ്രീതു ഇപ്പോഴും ഗെയിമിലേക്ക് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അടുത്തത് ശരണ്യനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ആദ്യത്തെ ആഴ്ചയിലൊക്കെ ബെറ്ററായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇനിയും ഗെയിമിലോട്ട് ആവാനുണ്ട്. ഒരു കംഫർട്ട് സോൺ വിട്ട് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വിട്ട് ഗ്രൂപ്പൊക്കെ മാറ്റി ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ നോറയെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് നോറ ഒരു ക്രൈ ബേബിയാണ്, ഇമോഷണലാണ്. പിന്നെ നോറയെക്കുറിച്ച് അവിടെ അഭിഷേക് പറഞ്ഞിരുന്നു നോറ ഒരു യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് ആണെന്ന്. അപ്പോൾ അതിൽ കുറച്ച് നോറ ട്രിഗറായിട്ട് പറഞ്ഞു, ഞാൻ യൂസ്ലെസ് എന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ നോറയോട് എല്ലാവരും വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ക്രൈ ബേബിയാണ്, ഇനി ഞങ്ങൾ പറയുന്നത് കേട്ട് പോയി വീണ്ടും കരയാനൊന്നും പോകരുത്. പിന്നെ ഇവിടെ ടിഷ്യൂ ഒക്കെ കുറച്ചുള്ളൂ, അപ്പോൾ നോറ എപ്പോഴും കരഞ്ഞ് ടിഷ്യൂ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ജിൻഡോനെ എല്ലാവരും ഒരു എൻ്റർടൈനറായിട്ടാണ് കാണുന്നത്. പിന്നെ ജിൻഡോ എല്ലാവരെയും കുറിച്ച് പഠിച്ച് ഗെയിം കളിക്കാൻ വന്ന ഒരാളാണെന്നാണ് സായി ഒക്കെ പറഞ്ഞത്. പിന്നെ ജിൻഡോനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞത്, ജിൻഡോ പറയുന്ന വാക്കുകൾ, ഇപ്പോൾ വീട്ടുകാരെ വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ജിൻഡോ നല്ലൊരു പ്ലെയറാണെന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് നമ്മുടെ ശ്രീരേഖനെ കുറിച്ചായിരുന്നു. ശ്രീരേഖ ഒരു അമ്മ ഫിഗർ ടൈപ്പാണ്. പിന്നെ ആദ്യത്തെ ആഴ്ചയിൽ നല്ലൊരു ഫയർ ഉണ്ടായിരുന്നു, പിന്നീട് അതിനെക്കുറിച്ച് ഡൗൺ ആയിട്ട് പോയിട്ട് ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് വരണം. പിന്നെ പേഴ്സണലായിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് പേഴ്സണൽ ഒപ്പീനിയനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി കുറച്ചും കൂടി ഗെയിമിലോട്ട് ഓൺ ആവാനാണ് എല്ലാവരും ശ്രീരേഖയോട് പറഞ്ഞത്. പിന്നെ അടുത്തത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഗബ്രി ജാസ്മിൻ്റെ കാര്യം. എല്ലാവരും പറഞ്ഞു ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് കളിക്കുവാണ്. അപ്പോൾ ജബ്രി എന്നുള്ളൊരു കോംബോ ഉണ്ടെന്നും അവർ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ പറഞ്ഞത് ഇവർ ഒരുമിച്ച് കളിക്കുമ്പോൾ അവർ സ്ട്രോങ് ആണ്. അപ്പോൾ സായിയും സിബിനൊക്കെ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അഭിഷേകൊക്കെ പറഞ്ഞത് ഒരുമിച്ച് കളിക്കേണ്ട ആവശ്യമില്ല, ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിച്ചാൽ കുറച്ചും കൂടി സ്ട്രോങ് ആവും,
അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കളിച്ചാലാണ് എല്ലാവരുടെയും 100% പുറത്ത് വരുള്ളൂ. പിന്നെ നമ്മൾ സിബിൻ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ജാസ്മിൻ ഔട്ടായി കഴിഞ്ഞാൽ ഗബ്രി ഇമോഷണലി ഭയങ്കര ഡൗൺ ആവും. പക്ഷേ ഗബ്രി ഔട്ടായി കഴിഞ്ഞാൽ ജാസ്മിൻ പിന്നെയും കളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുറത്ത് അവർക്ക് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുമിച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെ, അതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞത് നമ്മുടെ ജാൻമണീനെ കുറിച്ചാണ്. ജാൻമണീനെ കുറിച്ച് എല്ലാവരും നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞ കാര്യം ഈ ശപിക്കുന്ന കാര്യങ്ങളും പ്രാകുന്നത് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഭീഷണിപ്പെടുത്തുന്നത്, ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും അവിടെ ജാൻമണി റിയാക്ട് ചെയ്തത് എനിക്കതിൽ ഒരു റിഗ്രറ്റും ഇല്ല, ഞാൻ ഇനിയും അങ്ങനെ തന്നെ പറയും എന്നാണ് ജാൻമണി പറഞ്ഞത്. അപ്പോൾ ജാൻമണിക്ക് അപ്പോളജൈസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. പക്ഷെ പിന്നെയും ജാൻമണി പറഞ്ഞത് ഞാൻ അപ്പോളജൈസ് ചെയ്യില്ല, ഞാനിങ്ങനെ തന്നെയാണ്, ഞാനിങ്ങനെ തന്നെ ഗെയിം കളിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും അത് ജാൻമണിക്ക് അതൊരു ബാഡ് ഇംപ്രഷനായിട്ട് പുറത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ജാൻമണി എന്തായാലും സ്വഭാവമൊന്നും മാറ്റാൻ പോണില്ല. അങ്ങനെയൊക്കെയാണ് അപ്പോൾ വൈൽഡ് കാർഡ് വന്ന് അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷം അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ഇവർക്ക് എന്തെങ്കിലും മറുപടി ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ജാസ്മിനോട് പേഴ്സണൽ ഹൈജീനെ കുറിച്ചൊക്കെ സിബിൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല, എൻ്റെ ഗെയിമിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ നന്ദനോട് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നോറ വന്നിരുന്നു. പിന്നെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അവിടെ ഉള്ളത് അപ്സരയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ. പിന്നെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.